വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാൻഡ് സീലർ മെഷീൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വൈഡാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ആവട്ടെ, ഫുഡ് പ്രോസസ്സിംഗ് ആവട്ടെ, ഇലക്ട്രിക്കൽ ഐറ്റംസ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ബാൻഡ് സീലേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ബാൻഡ് സീലേഴ്സിന് ഒത്തിരി ഡിഫറെൻറ്റ് മോഡൽസും ഉണ്ടല്ലേ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ബാൻഡ് സീലറിന് ബേസിക്കലി നമുക്ക് പറയാവുന്ന 2 ടൈപ്പ് ഓഫ് മെഷീൻസാണ് വരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ, അതായത് ഫ്ലാറ്റ് ബെഡിൽ നമുക്ക് പൗച്ചസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടത്തി വിടാവുന്ന ടൈപ്പ് ഓഫ് മെഷീൻ. അത് ബേസിക്കലി വരുന്നത് നമ്മുടെ ഗ്രാനുവൽസ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ തന്നെ നമുക്കിപ്പോൾ ലിക്വിഡ് പ്രോഡക്റ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ പൗഡർ പ്രോഡക്റ്റ്സ് ആവട്ടെ, ഇതൊക്കെ പാക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇനി കിടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് വെർട്ടിക്കൽ ബാൻഡ് സീലേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ടൈപ്പിലാണ് നമുക്ക് വിടുന്നത്. വെർട്ടിക്കലിലാണെങ്കിൽ നമുക്ക് പൗച്ചിനെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വിട്ട് നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഈ 2 സെഗ്മെൻറ്റിൽ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ആൾക്കാർക്ക് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ടൈം വരുന്നുള്ളൂ. നമ്മളുടെ പൗച്ചസ് ലാമിനേറ്റഡ് പൗച്ചസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എക്കണോമിക് മോഡൽ മെഷീൻസ് അവൈലബിൾ ആണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സിംഗിൾ ലെയർ പൗച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് ഹീറ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി ബാൻഡ് സീലേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു 1 kg to 3 kg വരുന്ന മെഷീൻസാണ്. ഇതിൻ്റെ തന്നെ കപ്പാസിറ്റി കൂടി 5 kg ബാഗ്സ് ചെയ്യാവുന്ന 5 kg ബാൻഡ് സീലേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ 15 kg, ഇപ്പോൾ നമുക്ക് 10 kgയുടെയൊക്കെ ബാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 15 kg ബാൻഡ് സീലേഴ്സും ഇന്ന് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്.